ഇപ്പൊ മാളച്ചേട്ടനെ പറ്റി നമ്മൾ പറയുമ്പോ അദ്ദേഹം ഇങ്ങനെ ടോൺ മാറ്റും, പലതരം കാര്യങ്ങൾ അദ്ദേഹം നീയറിഞ്ഞ മേലെ മാനത്തു അല്ലെ പലതരം പാട്ടുകൾ പാടുക, തബല വായിക്കുക, ആ പ്രദേശങ്ങളൊക്കെ ഉണ്ടല്ലോ. ചേട്ടൻ ആദ്യമായിട്ട് പാടുക. അല്ല, ഞാനിപ്പോ ചോദിക്കാൻ തുടങ്ങിയതാ പാടുവോ എന്നുള്ളത്. പാടുന്ന മനസ്സിലായില്ലേ? ഭാര്യയും പാടും, ഗംഭീര പാട്ട്. മകളും പാടും. ഭാര്യനും മകളെ അറിയാം. ഭാര്യയും മകളും ഒക്കെ പാടുന്നുള്ളത് എനിക്കറിയില്ല, പക്ഷെ വീട്ടിൽ പോയിട്ടുണ്ട്. മാളാരവിന്ദൻ എന്ന അതുല്യ പ്രതിഭയെ കുറിച്ച് ഓർക്കുന്നു. നമുക്ക് വളരെ പ്രിയപ്പെട്ട മറ്റൊരാൾ. സത്യം പറയാൻ എനിക്ക് മാളാരവിന്ദനെ കുറിച്ച് പറയാൻ സിനിമയിൽ അവകാശങ്ങളുണ്ട്, അധികാരങ്ങളുണ്ട്. കാരണം ഞാനാണ് ഏറ്റവും കൂടുതൽ സിനിമകളിൽ മാളാരവിന്ദനെ അഭിനയിപ്പിച്ചിട്ടുള്ളത്. അതിനുവേണ്ടി ഞാൻ സിനിമയിൽ മറ്റ് ഹാസ്യ നടന്മാരുടെ അടുത്ത് നിന്ന് ശത്രുവാവുക പോലും ചെയ്തിട്ടുണ്ട്. എന്താണ്, ഞങ്ങളെ ഔട്ടാക്കാനാണ് ഉദ്ദേശം എന്ന് വരെ നമ്മുടെ പ്രഗത്ഭരായ ഹാസ്യ നടന്മാർ എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, അവൻ്റെ തൊഴിലിൽ വിശ്വാസം ഉണ്ടെങ്കിൽ മറ്റുള്ളവരെ എന്തിനു പേടിക്കണം? നമ്മൾക്ക് തൊഴിലറിയാം, നമുക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ആര് വന്നാലും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. പറഞ്ഞപ്പോൾ എന്നാലും അതിൻ്റെ പിന്നിലൊരു ദുരുദ്ദേശമില്ലേ എന്നൊക്കെ ബാസ്ചേട്ടനൊക്കെ, സത്യം പേര് പറയാൻ പാടില്ല, എന്നാലും ഞാൻ പറഞ്ഞൊരു ബാസ്ചേട്ടനൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്നോട്. മാളവിനെ കുറിച്ച് പറഞ്ഞാൽ തീരില്ല, ഒരുപാട് പറയാനുണ്ട്. അദ്ദേഹം ചെയ്ത കോമഡികൾ, തമാശകൾ. എനിക്കറിയാം, കറുത്ത പാൻറ്റും കറുത്ത ഷർട്ടും ഇട്ട് കൂളിംഗ് ഗ്ലാസ് ഇട്ട് ഒരു ബുള്ളറ്റ് വാങ്ങിയപ്പോൾ അത് കാണിക്കാൻ വേണ്ടി പുറപ്പെട്ടു വന്നു. അപ്പോൾ ഞാൻ സത്യനന്ദക്കാടിൻ്റെ വീട്ടിലുണ്ട് പറഞ്ഞിട്ട് വരുമ്പോൾ മാളവിൻ അന്തിക്കാട്ടിലേക്ക് ബുള്ളറ്റിലിങ്ങനെ പാടത്ത് റോഡ് കൂടെ വരുമ്പോൾ രണ്ട് ഭാഗത്തും പുഞ്ചക്ക ഇതാണ്, വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങൾ. ആരോ ഒരാൾക്കാർ അവിടെ ഇരിക്കുന്നത് കണ്ടു. ഇത് മാളവിന്ദനല്ലേ പറഞ്ഞു തിരിഞ്ഞു നോക്കി, ബൈക്ക് പാടത്തിന് നടുവ് കിടക്കണു. കറുത്ത ഡ്രസ്സൊക്കെ ഇട്ട് ചളിയും ചെറുതായിട്ട് നിൽക്കുന്ന ആൾക്കാർ വിളിച്ച് പറഞ്ഞ് ഞങ്ങൾ വന്ന് എടുത്തിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ മാളവിന്ദൻ്റെ കോമഡി സിനിമയിൽ മാത്രമല്ല ജീവിതത്തിലും ഒരുപാട് കോമഡിയുണ്ട്. ഇനി നമ്മളിപ്പം ഈ നാരായണചേട്ടനെ പറ്റി പറഞ്ഞല്ലോ, ശബ്ദമാറ്റിൽ പറഞ്ഞല്ലോ, അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ എടുത്താല് ഇപ്പൊ സല്ലാപത്തിലെ മൂത്താശാരിയുടെ കഥാപാത്രം, അയ്യോ, ഒരു ഉള്ളി പിടിക്കുന്നതും നിൽക്കുന്നതും പോകുന്നതും വരുന്നതിനകത്തൊക്കെ എന്ത് രസമായിട്ടാണ് മാളച്ചേട്ടൻ. ദിലീപേട്ടന് ചില പ്രണയവും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ ചില സന്ദർഭങ്ങൾ ഈ ക്യാരക്ടർ വലിയ പിന്തുണയായിട്ടൊക്കെ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. കാർണിവലിലെ മാളച്ചേട്ടന്റെ കഥാപാത്രം, കാർണിവലിലെ കഥാപാത്രം അതിഗംഭീരമായിട്ടുള്ള ക്യാരക്ടറാണ്. നാടോടിക്കാറ്റ് പട്ടണപ്രവേശത്തില് ഇവരുടെ ജോലിക്കാരനായിട്ട് വീട്ടിൽ നിൽക്കുന്നൊരു വേഷമുണ്ട്. സ്ക്രിപ്റ്റിലുള്ളതായിരിക്കും, എന്നാലും അദ്ദേഹത്തിന്റെ ഒരു പെർഫോമൻസ് വരുന്നത് ഈ ലാലേട്ടനും ശ്രീനേട്ടനും കൂടെ ഈ വീട്ടിലോട്ട് വരുമ്പം പെട്ടെന്നൊരു മുഖംമൂടി വെച്ചൊരു രൂപം കാണും. അയാളെ പിടിച്ച് ഇവർ രണ്ടുപേരും കൂടെ കീഴ്പ്പെടുത്തി ഇടിച്ച് നശിപ്പിച്ച് മുഖംമൂടി മാറ്റുമ്പം മാളച്ചേട്ടനാണ്. അപ്പം നീ ആരാണ് നീക്കുമ്പോ മാളച്ചേട്ടൻ പറയും, അയാൾ ഇവിടെ നിങ്ങൾക്ക് പാചകം ചെയ്യാൻ, ഒരാൾ പറയാം നിങ്ങൾക്ക് വേണ്ടി ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്ന ആളാണ്. അപ്പം ശ്രീനേട്ടൻ പിന്നെന്തിനാ ഇയാള് മുഖംമൂടി വെച്ച് തന്നത്? സേടിമാരൊക്കെ താമസിക്കുന്ന സ്ഥലമല്ലേ, വല്ല കള്ളന്മാരും വന്നാ അവരുടെ ഭാഗത്തുള്ള ആളാന്ന് വിചാരിച്ചോട്ടെ എന്ന് കരുതി വെച്ചതാ എന്ന് പറയുന്നുണ്ട്. അത് സ്വന്തം സാധനമായിരിക്കും. അതായത് അവര് വന്നാൽ അവരുടെ ഭാഗത്തുള്ള ആളായിട്ടത് വിചാരിച്ചോട്ടെ എന്ന് ഓർത്തിട്ട് തല്ലിട്ട് ഓൾറെഡി മുഖംമൂടി വെച്ച് മൂത്താശ്ശേരിയുടെ കാര്യം പറഞ്ഞപ്പോഴേ ഒരു കാര്യം ഞാൻ വളരെ നോട്ട് ചെയ്തിട്ടുള്ള കാര്യമുണ്ട്. നാടകത്തിൽ അഭിനയിക്കുന്ന കാലത്തും സിനിമയിൽ അഭിനയിക്കുന്ന കാലത്തും ഈ നമ്മുടെ സൊസൈറ്റിയിലുള്ള പല കാർട്ടൂൺ കഥാപാത്രങ്ങളുണ്ടല്ലോ, അവരൊക്കെ ഒബ്സർവ് ചെയ്യാനായിട്ട് അത് മിടുക്കനാ. അങ്ങനെ ലിമിറ്റ് ചെയ്ത് കാണിക്കും. ഇട്ട് പറയാം, അതായത് നാടകത്തിൽ സിനിമയിലൊക്കെ ഇത് കയറ്റിയാൽ ഗംഭീരമായിരിക്കില്ലെന്ന് ചോദിക്കും. അതങ്ങനെ എൻ്റെ മെമ്മറിയിൽ കിടക്കും, അത് എടുത്ത് പ്രയോഗിക്കുകയും ചെയ്യും. ഈ ഒബ്സർവേഷൻ ഭയങ്കരമാണ്. നിമിഷം കൊണ്ടുണ്ടാകുന്ന തമാശകൾ. ഒരു ബോർഡ് കണ്ടു, അത് കൊണ്ടുപോ തമിഴ് പടത്തിന്റെ ഒരു പോസ്റ്റ് ഇട്ടപ്പോ ഇങ്ങനെ നിന്നിട്ട് പണ 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 പനമ പശമ പേര് പണമ പാശമ. ഇയാൾക്ക് വായിക്കാറുണ്ടേ പനാമ പശാമ. അത് ഇതുണ്ട് നമ്മുടെ പുതുക്കോട്ടയിലെ പുതുമണവാളനിലൊക്കെ ഒരു കഥാപാത്രം ഉണ്ട്. ആ നാട്ടിൽ വെറുതെ ചെണ്ട അടിച്ചിരിക്കുന്ന ഒരാളാണ്. ഇവര് രാത്രി ജയറാമേട്ടനൊക്കെ പോകുന്ന സമയത്ത് ബോബിച്ചേട്ടൻ ആരുമാണ് കൂടുതൽ ഇരിക്കുന്നത്. അപ്പൊ പറയും ഇവർ ഉറക്കമൊഴിച്ചതിനെ പറ്റി പറയും. പണ്ട് ഇതുപോലെ ഞാൻ ഉറക്കം ഒഴിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോ ഇപ്പത്തിരിക്കുന്ന ഒരാൾ പറയും ഞാനും ഒഴിച്ചിട്ടുണ്ട്. നീ ഒഴിച്ചിട്ടുണ്ട് മൂത്രം ഉറക്കം നീ ഇതുപോലെ. ഭയങ്കര കോമഡിയാണ്. ഹോട്ടലുണ്ടാക്കാൻ ഒരു കഴിവുള്ള ഒരു വ്യക്തി അതെങ്ങനെ പോലെ വേറെ